വിവേകാനന്ദൻ വൈറലാണ് എന്ന ഈ ഒരു സിനിമ നമുക്ക് വേണ്ടി സമ്മാനിച്ച നമ്മുടെ സ്വന്തം മലയാള സിനിമയിൽ നിരവധി താരങ്ങൾക്കും അതുപോലെ തന്നെ സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിച്ചുകൊണ്ട് മലയാള സിനിമയുടെ പല മേഖലകളിലേക്ക് സാറിൻ്റെതായ വേദികൾ ഉറപ്പിക്കാൻ വേണ്ടി സാറ് പറഞ്ഞുവിട്ട കുറേ താരങ്ങളുണ്ട് ഇവിടെ. ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന മലയാളത്തിന്റെ സ്വന്തം, മലയാളത്തിൽ മാത്രമല്ല നമ്മൾ അറിയാതെ പോയ കാര്യമുണ്ട്, ഹിന്ദിയിൽ ഒരു സിനിമ, തമിഴിൽ ഒരു സിനിമ ഒക്കെ നമ്മൾ സാറിന് മനസ്സിലായ ആരെയാണ്. വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്ന നമ്മുടെ സ്വന്തം കമൽ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചോളം ഈ ദിവസത്തിൽ വളരെയധികം പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ ഏകദേശം ഒരു 4.5 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യുന്നത്. എൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത്. ഞാൻ സംവിധായകനായിട്ട് 38 വർഷമായി. എൻ്റെ കൂടെ സഹകരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സാങ്കേതിക പ്രവർത്തകർ, അതുപോലെ അഭിനേതാക്കൾ, മലയാള സിനിമയിലെ കുലപതികളായിട്ടുള്ള എല്ലാവരും വെച്ച് സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. ഈ 38 വർഷത്തിനിടയിൽ 48 സിനിമകൾ, 48ാമത്തെ സിനിമയാണ് വിവേകാനന്ദൻ വൈറലായി. എന്നെക്കാളും സീനിയറായിട്ടുള്ള CBA പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിനേക്കാളും കൂടി സിനിമ ചെയ്തിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട്. പുതിയ കാലത്തിൽ ഒരു സിനിമ ചെയ്യാൻ തുടങ്ങാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ഒരു പടം ചെയ്തിട്ട് 1-2 വർഷം 2-3 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമ ചെയ്യുന്നവർ, പല കാരണങ്ങളാൽ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഗ്യാപ്പ് എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ സമയത്ത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന സമയത്ത് തന്നെ സിനിമ കുറച്ചു കാലം മറന്നുപോയി എന്നുള്ളത് സത്യമാണ്. എങ്ങനെയാണ് സിനിമ എടുക്കുന്നതെന്ന് പോലും മറന്നുപോയി എന്നുള്ളതൊരു സത്യമാണ്. ആ ഗ്യാപ്പിൽ മലയാള സിനിമ മുഴുവൻ മാറി. ഇതിനിടയിൽ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ സിനിമയൊക്കെ അടച്ചു പൂട്ടപ്പെട്ടു. അതിനുശേഷം OTT പ്ലാറ്റ്ഫോം വന്നു. സിനിമയുടെ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ വിപണിയും എല്ലാം മാറി. സിനിമ പുതിയൊരു രീതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഇത് കഴിഞ്ഞിട്ട് 2021 ഡിസംബർ 31 അവിടെ നിന്ന് റിലീവ് ചെയ്യുന്നത്. അതിനുശേഷം 2022 മുതൽ വീട്ടിൽ വന്നിരുന്നു. ബ്ലാങ്കായി പോയി കുറച്ച് കാലം. എന്ത് ചെയ്യണമെന്നറിയില്ല. സിനിമകൾ കാണാൻ എല്ലാ ഭാഷയിലുള്ള സിനിമകൾ കാണും. മലയാളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളൊക്കെ കാണും. സിനിമ പുതിയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സിനിമയുടെ സ്വഭാവം മാറുന്നു. സിനിമയുടെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്, സിനിമാറ്റിക് ലാംഗ്വേജ് മൊത്തം മാറിയിട്ടുണ്ട്. അഭിനേതാക്കൾ, സാങ്കേതിക പ്രവർത്തകർ, അവരുടെയൊക്കെ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിൽ മലയാള സിനിമ മാറുകയും മനോഹരമായ സിനിമകൾ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യം കുറേ കാലം അലട്ടിയിരുന്നു. പലതരം സിനിമകളെ കുറിച്ച് ആലോചിച്ചു. ഒന്നും സാധിക്കുന്നില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതിനിടയിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി. അത് നമ്മുടെ മലയാളത്തിലൊരു പ്രമുഖ നടൻ അഭിനയിക്കേണ്ടതാണ്. ഞാൻ പേരോട് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഡേറ്റിന് വേണ്ടി കുറേ നാൾ കാത്തിരുന്നു. കുറച്ച് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് കൂടെ ഇരിക്കുന്നുണ്ട്. ഡോൾവിനും ജിനു എബ്രഹാമും ഇരിക്കുന്നുണ്ട്. അതായിരുന്നു സത്യത്തിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടിരുന്ന സിനിമ. ഇതിനിടയിലാണ് ഈ ഒരു പ്ലാൻ കഴിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. അതിനും തിരക്കഥ എഴുതിയ ഞാനാണ്. ഈ ഒരു ബ്ലോക്ക് ആവുന്ന അവസ്ഥയിലാണ് ആ തിരക്കഥ എഴുതുന്നത്. പൂർത്തിയാവുന്ന അങ്ങനെ ജിനുവിനോടും ഡോൾവിനോടും സ്ക്രിപ്റ്റ് പറയുന്നവർക്ക് അത് ഇഷ്ടപ്പെടുന്നു. അത് സിനിമയാകാനുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിനിടയിലാണ് ഈ സബ്ജക്റ്റ് പെട്ടെന്ന് ഇങ്ങനൊരു കഥയെക്കുറിച്ച് ആലോചിക്കുന്നു. പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള, ഒരുപക്ഷെ ഇപ്പം പറയേണ്ട ഒരു കഥയാണ്. പുതിയ തലമുറയ്ക്ക് വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഇതിന് വിവേകാനന്ദൻ എന്ന് തോന്നി. ആ കഥാപാത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം മനസ്സിൽ തെളിയുന്നത്. ഈ ബ്ലോക്ക് കാല സമയത്തൊക്കെ തന്നെ എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സത്യത്തിൽ എല്ലാവരെയും പോലെ തന്നെ തീർച്ചയായിട്ടും എൻ്റെ ഭാര്യയാണ്, പിന്നെ എൻ്റെ മക്കള്, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്നൊരു ഗ്യാങ്ങിലൂടെ വന്നിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ. എല്ലാവരും എല്ലാ സിനിമയ്ക്കും വരുന്നതാണ്. അവർ നമ്മളായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. അതിനെ ശരിക്കും പറഞ്ഞാൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത 1-2 പേരെ പറ്റി പറയാൻ. ഒന്ന് ആസ്മിൻ അഷ്റഫാണ്. അഷ്റഫ്ഖാനെ സംബന്ധിച്ചോളം ഇവർക്ക് എൻ്റെ സഹപ്രവർത്തകർക്ക് അറിയാവുന്ന ഒരാളാണ്. ഈ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് വളരെ പ്രോത്സാഹിപ്പിച്ച ഒരാളാണ്. പിന്നെ ഒന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട് KR സുനിൽ എന്നുണ്ട്. സുനിലാണ് മിക്കവാറും ദിവസങ്ങളിൽ എടുത്തുകൊണ്ട് ഞാൻ കഥകൾ സുനിലിനോട് സംസാരിക്കാം. അങ്ങനെ വന്നപ്പോഴാണ് ഈ കഥ പൂർണ്ണമായ രൂപത്തിലേക്ക് വരികയും തിരക്കഥ എഴുതാൻ എനിക്ക് അധികം ദിവസങ്ങൾ എടുത്തില്ല എന്നുള്ളതാണ്. ഞാൻ 2 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു. ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്താണ് ഞാൻ ഷൈൻ. അപ്പം എൻ്റെ മനസ്സിൽ വിവേകാനന്ദനായിട്ട് വേറെ ആരെയും പെട്ടെന്ന് വന്നില്ല എന്നുള്ള സത്യവും. കാരണം കുഞ്ചാക്കോ പോലെ അഭിനയിക്കില്ല എന്ന് ഉറപ്പാണ്. ചാക്കോൻ്റെ അടുത്ത് ക്യാരക്ടറെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കോ എന്നെ എപ്പോൾ ഓടിച്ചിട്ടെന്ന് ചോദിച്ചാൽ മതി. പിന്നെയുള്ളൊരു സൗബിനാണ്. സൗബിൻ ഡയറക്ഷനൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഒരുപാട് ഹീറോസ് ഉണ്ട് നമുക്കറിയാലോ. ഇവിടെ മലയാളത്തിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഹീറോസ് ഉണ്ട്. ആരെടുത്ത് ഡേറ്റ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പരവധി റോൾ അഭിനയിക്കില്ല. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എനിക്ക് ആകെ വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ ധൈര്യപൂർവ്വം ഇത് അഭിനയിക്കുന്നു
എന്ന് പറയാൻ ഒരാളുള്ളത് ഷൈൻ ടോം ചാക്കോയാണ്. അപ്പോൾ ഷൈനോട് ഞാൻ ഒന്നും പറയേണ്ടി വന്നില്ല. ഷൈൻ്റെ അടുത്ത് ഞാൻ പറയുന്നു, ഷൈനെ ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പ്ലാൻ ചെയ്യുന്നത് 1 മാസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ഏത് പടം ഉണ്ടെങ്കിലും ഒഴിവാക്കിയിട്ട് വരാനുള്ളത്. ആ കോൺഫിഡൻസ് ആണ് സത്യത്തിൽ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് എന്നെ പെട്ടെന്ന് അതിലേക്ക് മൂവ് ചെയ്യേണ്ട ഒരു കാരണം ഉണ്ടായതാണ്. അപ്പോൾ നിർമ്മാതാവ് ഒരു പ്രശ്നമാണ് സാറേ, പഴയ മാതിരിയല്ല. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് നിർമ്മാതാക്കൾ ക്യൂ നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. സിനിമ ഏത് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിർമ്മാതാക്കൾക്ക്. കാരണം മാറുന്നതിനനുസരിച്ച് സിനിമ നമുക്കുണ്ടോ ഇല്ല എന്നുള്ളതൊന്നല്ല ഇവിടുത്തെ വിഷയം, അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നു എന്നുള്ളതൊന്നുമില്ല. കാരണം ഇപ്പോൾ താരത്തിന് ഡേറ്റ് കിട്ടി എല്ലാം ഓക്കെ ആയാൽ മാത്രമേ നിർമ്മാതാവ് ധൈര്യമായിട്ട് സിനിമ ചെയ്യാൻ വരുള്ളൂ. അങ്ങനത്തെ ഒരു കാലമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഷൈൻ അഭിനയിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുപോലെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗിരീഷ് കൊടുക്കല്ലോ, പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഗിരീഷാണ് സാറേ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാം, എല്ലാവരും ഞാൻ ഒരു എൻ്റെ ഒരു പാർട്ടിയുണ്ട്, നമുക്ക് അവരായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നസീമും ഷെല്ലി രാജും എൻ്റെ അടുത്ത് വരുന്നത്, പ്രൊഡ്യൂസേഴ്സ് 2 പേര് വരുന്നത്. അവർ ഒരു എന്താ പറയുക ഒരു ഓപ്പൺ ചെയ്തിട്ടാണ്, എന്ത് പടമായാലും കുഴപ്പമില്ല സാർ, കമൽ സാറിൻ്റെ ഒരു പടം ചെയ്യണം, അത്രമാത്രം ഞങ്ങൾക്കുള്ളൂ, സാറ് പറയുന്ന പോലെയാണെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോഴേക്കും സ്ക്രിപ്റ്റ് തീർന്നു, ഷൈൻ്റെ ഡേറ്റ് ഓക്കെ, പിന്നെ ഗ്രേസ് ആൻ്റണി, സോസിയ, മരീന, ജോണി ഇവിടെയുണ്ട്, എല്ലാവരും ഉണ്ട്. ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടി. ബാക്കി ക്യാരക്ടേഴ്സ് ഞാൻ മനസ്സിൽ ഈ തിരക്കഥയിൽ ഉദ്ദേശിച്ചത് ആരെയാണ് അവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. കാരണം ഞാൻ ഈ തിരക്കഥ എഴുതുമ്പോൾ കഥാപാത്രങ്ങൾക്ക് ഇന്നാണെന്ന് പറഞ്ഞ് എഴുതൂലേ, അതിൽ നിന്ന് ഒരാൾ പോലും പിന്നെ മാറിയിട്ടില്ല എന്നുള്ളതാണ്. അവരെ തന്നെ കാസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് പല സിനിമകൾ സംഭവിക്കാറുണ്ട്. നമുക്കറിയാം പല കാര്യങ്ങളാൽ അവരുടെ ഏറ്റവും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളാൽ അത് മാറാറുണ്ട്. അങ്ങനെ എല്ലാവരും അഡ്ജസ്റ്റ്. പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്, ഞാനപ്പോൾ എനിക്ക് എൻ്റെ എന്താ പറയുക പ്രിയപ്പെട്ട ക്യാമറാമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, സുമാർ, മനോജ് പിള്ള, വളികൾ എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മൾ പുതിയ കാലത്തിനനുസരിച്ച് പുതിയ ക്യാമറാമാരെ പരീക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രകാശ് ആണ് എൻ്റെ ഈ സിനിമയുടെ ക്യാമറ വർക്ക് ചെയ്തത്. പ്രകാശ് രഞ്ജനാണ് എഡിറ്റർ, രഞ്ജൻ വന്നിട്ടില്ല. മ്യൂസിക് ബിജി ബാലു, ബിജി ഞാനിവിടെ ആമിയൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ബിജി 2 വേറെ ആളാണ് മ്യൂസിക് ഡയറക്ടറായിട്ട് ആലോചിക്കാൻ പറ്റില്ല. ഹരിനാരായണൻ ലിറിക്സ് എഴുതുന്നു, ബാക്കി എല്ലാ സാങ്കേതിക പ്രവർത്തനം ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഇതുപോലെ സത്യത്തിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത മറ്റൊരാളെന്നുള്ള ബഷീർ കാണിയാണ് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ. ഈ ഗിരീഷിനോടൊപ്പം തന്നെ എൻ്റെ സ്ഥലങ്ങൾ കൊണ്ടുവന്ന് എനിക്ക് ഊർജ്ജം പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികൾ, അവരൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈ സിനിമ സംഭവിക്കുന്നത്. ഒരു മഴക്കാലത്താണ് തുടങ്ങുന്നത്, നമ്മൾ ജൂൺ 15-നാണ് ഇത് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. അപ്പം ഞാൻ പ്രൊഡ്യൂസറുടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ എവിടെ പോയാലും എന്നെ മഴ പിന്തുടരാറുണ്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. കാരണം ഏത് മഴക്കാലമല്ലാത്ത വേനൽക്കാലത്ത് ഷൂട്ട് ചെയ്താലും എൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ മഴ പെയ്യും. അതുറപ്പടെ ലാലു കൂടി ഇരിക്കുന്നുണ്ട്, ലാലു ഉണ്ട്, ഒരു ആഷിഖൊക്കെ എൻ്റെ അസിസ്റ്റൻസ് എല്ലാവരും ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലാവരും, ജിത്തു ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാവരും പേര് പറയില്ല, ഇനി പറയേണ്ട സമയത്ത് സെലിം പടിയത്ത്, ഹരീഷ് എല്ലാവരും ഉണ്ട്. അപ്പൊ എന്താ സംഭവിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കഥ മാത്രമാണ്, ചെറിയതാണ്. ഗ്രാമഫോൺ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഹംപിയിൽ ഒരു പാട്ടെടുക്കാൻ പോയി. ഹംപിയിൽ അവിടെ ചെന്ന് സുരേഷ് കൊല്ലാണ് അവിടെ ആർട്ട് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു, സെലിം പടിയത്ത് ലൊക്കേഷൻ കാണാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നാട്ടുകാർ പറഞ്ഞാൽ ഇവിടെ 2 വർഷമായിട്ട് മഴയെ പെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതിന് ആ ധൈര്യത്തിൽ നമ്മൾ സോങ് എടുക്കാൻ വേണ്ടി കംപ്ലീറ്റ് ഗ്രൂപ്പ് ദിലീപും നവ്യനായാലും ആയിട്ടുള്ള പാട്ടെടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുകയാണ്. ഞാൻ ചെന്നിറങ്ങി രാവിലെ സോങ് തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ. ആ നാട്ടുകാർ ഞെട്ടിപ്പോയി. 2 വർഷമായിട്ട് മഴ പെയ്യുന്ന സ്ഥലത്ത് മഴ പെയ്യുന്നതാണ് അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഈ പടം ഷൂട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും മഴ പെയ്യുന്നത് ഉറപ്പാണ് എന്ന് ഞാൻ പറഞ്ഞു, പ്രൊഡ്യൂസറിന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ 35 ദിവസം കൊണ്ട് പടം തീർക്കാൻ എടുത്ത് പറഞ്ഞു. കാരണം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്. അപ്പൊ എല്ലാവർക്കും അത്ഭുതമാണ്, കാരണം പുതിയ തലമുറകളൊന്നും അത്ര പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് തീർക്കാറില്ല, നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു ശീലം വെച്ച് നമ്മൾ 30 ദിവസം കൊണ്ട് തീർക്കും. പിന്നെ മഴയെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, മഴ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. മഴ ഉണ്ടായിട്ട് 33 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർത്തു. അതിനും എല്ലാവരോടും കാരണം എല്ലാ ടെക്നീഷ്യൻസിനോടും എന്താ പറയുക ആർട്ടിസ്റ്റോടും അതിൻ്റെ നന്ദി എനിക്ക് പറയണം. പടം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പടം തീർന്നിട്ട് മാത്രമേ ഇത് ആരെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ കാണിക്കാൻ പാടുള്ളൂ എന്നുള്ളത് തീരുമാനം ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നു. സിനിമ ആദ്യം ഫസ്റ്റ് കോപ്പി ആയതിനു ശേഷം ലിസ്റ്റിനാണ് ആദ്യം കാണിക്കുന്നത്, വേറെ ആരും കാണിച്ച ലിസ്റ്റ് കണ്ട ഉടനെ പടം കണ്ട ഉടനെ തന്നെ എന്നെ വിളിച്ചു. പടം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു പറഞ്ഞു, ചെയ്യുന്നു, എല്ലാ കാര്യത്തിനും കൂടിയുണ്ടെന്ന് പറഞ്ഞു. ലിസ്റ്റിൽ ഞങ്ങളുടെ ശക്തിയായിട്ട് കൂടിയുണ്ട്. ലിസ്റ്റിന് ഞാൻ വലിയൊരു ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ എന്നോടൊപ്പം സഹകരിച്ച് എനിക്ക് വേണ്ടി വന്ന എല്ലാ ആൾക്കാരും ഇന്നിവിടെ വന്ന ഒരുപാട് ഗസ്റ്റ്, സിബി എൻ്റെ സഹപ്രവർത്തകരായിട്ട് സിബി, ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സഞ്ചാരം ഒരുമിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്നു. സിബി ഇതിൽ ചാക്കോച്ചൻ എനിക്ക് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറയേണ്ട കാര്യമില്ല, നമ്മൾ ചാക്കോച്ചനായിട്ടുള്ള ബന്ധം. അതുപോലെ തന്നെ എൻ്റെ ഇപ്പോൾ ലാലു, ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല, വീണ്ടും ഇനി പറയേണ്ടതുള്ളതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മുടെ സംഘടനകളുടെ ഭാരവാഹികൾ സ്വാമി എസ് എൻ സ്വാമി അടക്കമുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്.
എല്ലാവരും ഇവിടെ എത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമയോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. നിർമ്മാതാക്കൾ പുതിയ ആൾക്കാരാണ്, അവർക്ക് ടെൻഷനോടുള്ളവർ സംസാരിച്ചപ്പോൾ അങ്ങനെയൊക്കെ വന്നത്. കാരണം അവർക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവില്ല, നമുക്കറിയാലോ. അവരുടെ വലിയ സപ്പോർട്ട് തന്നെയാണ്. ബാക്കി എല്ലാവരോടുള്ള എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. സാറിന്റെ പഴയകാല കഥകളും അതുപോലെ ഓർമ്മയും ഒക്കെ നമുക്ക് സമ്മാനിച്ചു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.